എന്ത് തേങ്ങയാണോ നിങ്ങൾ ഈ കാണിക്കുന്നത്? ചോദിക്കുന്നത് സുരേഷ് ഗോപിയോടാണ്. പൊളിറ്റിക്സ് കേരളം മാത്രമല്ല കേട്ടോ ഈ ചോദ്യം ചോദിക്കുന്നത്, കേരളം മൊത്തമാണ്. ഇയാളെന്ത് തേങ്ങയാ പാർലമെന്റിൽ പോയിരുന്നു കാണിക്കുന്നത്? ലോക്സഭയിൽ കേരളത്തിലെ എം പിമാർ മാത്രമല്ല, തമിഴ്നാട് എം പി കനിമൊഴിയും കേരളത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. വയനാടിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും നടന്ന ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് പണം കൊടുക്കാത്തതിനെ പറ്റി, സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കാത്തതിനെ പറ്റി, അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിനെ പറ്റി ഒക്കെ കനിമൊഴി കത്തിക്കയറി. BJP ഇതര സംസ്ഥാനങ്ങളിൽ, BJP ഭരിക്കാത്ത ഇതര സംസ്ഥാനങ്ങളിൽ കേന്ദ്രം ചിറ്റമ്മ നയം കാണിക്കുന്നുവെന്ന് കനിമൊഴി തീപ്പൊരി പ്രസംഗം തന്നെ നടത്തി. അപ്പോൾ ഇപ്പുറത്തിരുന്ന് സുരേഷ് ഗോപി ഇങ്ങനെ കാണിക്കുന്നു. ഇയാളെന്താ യേശുക്രിസ്തുവിനോട് ഇങ്ങനെ ഒരു ആക്ഷൻ? കോമാളിയാകാം, പക്ഷെ തരം താഴ്ന്ന കോമാളിയാകരുത്. എന്തൊക്കെ പറഞ്ഞായിരുന്നു ഇയാൾ വോട്ട് പിടിച്ചത്? തൃശ്ശൂരിനെ സ്വിറ്റ്സർലൻഡ് ആക്കുമെന്ന് വരെ പറഞ്ഞു. കരുവന്നൂർ ബാങ്കിന്റെ നിക്ഷേപം പട്ടാളക്കാരെ കൊണ്ട് പിടിപ്പിച്ച് നിക്ഷേപിച്ചവർക്ക് തിരിച്ചു കൊടുക്കുന്ന വരെ പറഞ്ഞു. അമ്മമാർക്കും പെങ്ങന്മാർക്കും എന്താ സൗജന്യ യാത്ര നടത്തുമെന്ന് പറഞ്ഞു ബസ്സിൽ. ഇങ്ങനെയൊക്കെ ഒരുപാട് വാരിക്കോരി വാഗ്ദാനങ്ങൾ നൽകി തൃശ്ശൂരുകാർ വിശ്വസിച്ചു. തൃശ്ശൂരുകാർ പാവങ്ങളായതുകൊണ്ട് വിശ്വസിച്ചു, ജയിപ്പിച്ചയച്ചു. അതിനുശേഷമാണ് സുരേഷ് ഗോപിയുടെ തനിനിറം വ്യക്തമായത്. വയനാട്ടിൽ ചൂരൽമലയിലും മുണ്ടക്കയിലും സംഭവിച്ചത് അതിദാരുണമായ ദുരന്തമാണ്. കണ്ണുള്ളവർ കാണേണ്ട ദുരന്തമാണ്. മനസാക്ഷിയുള്ളവർ ശ്രദ്ധിക്കേണ്ട ദുരന്തമാണ്. ആ ദുരന്തത്തിന് നേർക്ക് മോദി സർക്കാർ കണ്ണടയ്ക്കുമ്പോൾ, കേരളത്തിലെ എം പിമാർ ഒന്നടങ്കം പ്രതിഷേധിക്കുമ്പോൾ, BJP MP ആയ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി മാത്രം ഇങ്ങനെ കാണിക്കും. കനിമൊഴി കത്തിച്ചാണ് പ്രസംഗിച്ചത്. കൃത്യമായി കനിമൊഴി പറഞ്ഞു വയനാട്ടിന് സഹായം കൊടുക്കണമെന്ന്. അപ്പോഴാണ് ഈ കൈ ഇങ്ങനെ ഒരു ആക്ഷൻ കാണിച്ചത്. ഇയാളെന്തോന്ന് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നത്? സിനിമയാണ്. പണ്ട് ഇയാൾ ഡാൻസ് കളിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു സംഭവമുണ്ട്. ഏതാ പ്രണയവർണ്ണങ്ങളിൽ കണ്ണാടി കൂട്ടും കൂട്ടി എന്ന് പറഞ്ഞ് ഇങ്ങനെ അതേ കണക്കാണ് ഇപ്പോൾ ഇരുന്ന് പാർലമെന്റിൽ കാണിക്കുന്നത്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ സിനിമയല്ല, അഭിനയ രംഗമല്ല, വെള്ളിത്തിരയല്ല, ഷൂട്ടിംഗ് സെറ്റ് അല്ല സുരേഷ് ഗോപി. അത് ചിന്തിക്കുന്നവരുടെ ഇരിപ്പിടമാണ്. ഒരു പ്രദേശത്തിന് വേണ്ടി വാദിക്കാൻ വേണ്ടിയാണ്, ഒരു ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടി വാദിക്കാൻ വേണ്ടിയാണ് അവിടെ MP യെ തെരഞ്ഞെടുക്കുന്നത്. അവരെല്ലാം പോയിരുന്ന് വാദിക്കുന്നത് അവരുടെ ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടിയാണ്. ചൂരൽമലയിലും മുണ്ടക്കയിലും നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. മോദി വന്നപ്പോൾ മാത്രം ബാക്കിൽ മാർച്ച് ചെയ്ത് പോകുന്നുണ്ട് ഒരു പട്ടാള ചിട്ടയിൽ. അതും കോമാളിത്തനമായി മാറി. പിന്നീട് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറി. മാധ്യമപ്രവർത്തകരോടൊക്കെ ഇപ്പം മാടമ്പിത്തരമാണ് കാണിക്കുന്നത്. അതൊക്കെ പോട്ടെ, മാധ്യമപ്രവർത്തകർ അത് കേൾക്കാൻ വിധിച്ചവരാണ്. എന്തിനാണ് വെറുതെ പോയി ഇയാളോട് ഈ മണ്ടനോട് ചോദിച്ച് തിരിച്ച് വാങ്ങുന്നത് എന്നുള്ള ചോദ്യം ബാക്കി. പക്ഷേ കേന്ദ്രത്തിനോട് പറഞ്ഞ് കേരളത്തിനൊരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിച്ചു തരാൻ താങ്കൾ ബാധ്യസ്ഥനാണ്. താങ്കളൊരു കേന്ദ്രമന്ത്രിയില്ലേ? തന്നെ എന്ത് വാഴിക്കാ കേന്ദ്രമന്ത്രിയെ എവിടെ കൊണ്ട് വച്ചേക്കുന്നത്? കേന്ദ്രമന്ത്രിയായിരിക്കുന്നത് എന്ത് തേങ്ങയ്ക്കാണ്? ചോദിക്കാതിരിക്കാനാവുന്നില്ല, ചോദിച്ചു പോവുകയാണ്. പല സന്ദർഭങ്ങളിലും ഈ തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിൽ താങ്കൾ വിജയിച്ച ശേഷം പല സന്ദർഭങ്ങളിലും ജനങ്ങളെ ചവിട്ടിത്തേക്കുന്ന കാഴ്ച. താങ്കളുടെ പ്രസംഗത്തിനിടയിൽ കടന്നു വന്ന ഒരു സ്ത്രീയോട് അവിടെ ഇനിയെന്ന് രോക്ഷമായി പറയുന്നു. പത്രപ്രവർത്തകരെ അടിച്ച് ആക്ഷേപിക്കുന്നു. പത്രപ്രവർത്തകരെ കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ആട്ടിപ്പുറത്താക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല നമ്പറുകളും ഇങ്ങനെയൊക്കെയുള്ള പല അബദ്ധങ്ങളും താങ്കൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് താങ്കൾ പ്രതിക്കൂട്ടിലാക്കിയത് മറ്റാരെയുമില്ല, സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അബദ്ധങ്ങൾ കാണിക്കാം, അത് പോട്ടെ, താങ്കളുടെ ജീവിതം തന്നെ ഒരു അബദ്ധമായിരിക്കാം. പക്ഷേ കേരള മനസാക്ഷി ഇപ്പോഴും നീറുന്ന മുണ്ടക്കയിലും ചൂരൽമലയിലുമുള്ള പാവങ്ങൾക്ക് കേന്ദ്ര സഹായം ആവശ്യമാണ്. അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതാണ്. അതിന് താങ്കൾക്ക് കഴിഞ്ഞില്ല. അതിന് താങ്കൾ അവരോട് മാപ്പ് പറയേണ്ട കാര്യമുണ്ട്. അതിന് താങ്കൾക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, താങ്കൾ അതിന് നേർക്ക് കണ്ണടച്ചു. താങ്കൾ ഒരുപാട് ദൂരെ ഇരിക്കുന്ന ഒരാളാണ്. സിനിമയിൽ നിന്ന് അഭിനയിച്ചാൽ കോടിക്കണക്കിന് പ്രതിഫലം താങ്കൾക്ക് ലഭിക്കും. എങ്കിൽ ആ ജോലി ചെയ്താൽ പോരെ? ഈ ജോലിക്ക് എന്തിനു ഇറങ്ങി തിരിച്ചു എന്ന ചോദ്യം ബാക്കിയാണ്. 10 വർഷം തൃശ്ശൂരിൽ കിടന്ന പയറ്റിയിട്ടാണ് അവിടെ ജയിച്ചത്. അതും തൃശ്ശൂരുകാർക്ക് സംഭവിച്ച ഒരു കയ്യബദ്ധം. ആ കയ്യബദ്ധത്തിൽ അവർ നാണിക്കുകയാണ്. ഇനി വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആട്ടി ഓടിക്കും താങ്കളെ അവർ ആട്ടി ഓടിക്കും. അത്ര
കുപിതരാണ് തൃശ്ശൂരുകാർ. താങ്കൾ ആ തൃശ്ശൂരിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കണം. ജനങ്ങളോട് ഇപ്പോൾ താങ്കളെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് കേട്ടു നോക്കണം. താങ്കൾ ചെയ്ത നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് പറയാൻ പൊളിറ്റിക്സ് കേരളയ്ക്ക് ഏതൊരു പടിയും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ താങ്കൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ചെയ്തിട്ടുണ്ട്. ചെറിയ ഒരു ജീവകാരുണ്യ പ്രവർത്തനമായാലും ഒരു ഓടക്കുഴൽ വാങ്ങിക്കൊടുക്കുന്ന സംഭവമായാലും അതിന് വലിയൊരു മീഡിയ കവറേജ് ഉണ്ടാക്കാൻ താങ്കളുടെ PR ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് താങ്കളുടെ വിജയത്തിന് അടിസ്ഥാനമായി മാറിയത്. അല്ല, BJP പ്രവർത്തകരുടെ കഴിവുകൊണ്ടല്ല, താങ്കളുടെ PR ടീം ശക്തമായിരുന്നു. ആ PR ടീം താങ്കളെ ഒരു രക്ഷകനായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ അടക്കം താങ്കൾ നടത്തിയ ഇടപെടലുകൾ, തൃശ്ശൂർ പൂരത്തിൽ നടത്തിയ ഇടപെടലുകൾ, ഈ ഇടപെടലുകളൊക്കെ ജനങ്ങളിൽ ഒരു സഹതാപ തരംഗം വളർത്തി. മാത്രമല്ല, നിരന്തരമായി തോൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിന്നും താങ്കളെ ജയിപ്പിച്ചെടുക്കാൻ തൃശ്ശൂരുകാർ ആഗ്രഹിച്ചു. തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് താങ്കളുടെ പ്രചരണം, താങ്കളുടെ PR വർക്ക് നടത്തിയത്. കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു, കേന്ദ്ര സഹമന്ത്രിയായി. ഇപ്പോൾ താങ്കളുടെ കടമ വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലുമുള്ള ദുരിതം അനുഭവിക്കുന്നവർക്ക് ആ ദുരിതത്തിൽ നിന്ന് മുക്തി നേടാൻ, ആ ദുഃഖത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ശ്രമം നടത്തേണ്ടതാണ്. അതിന് താങ്കൾ തയ്യാറല്ല. അവിടെയാണ് താങ്കൾ പരാജയപ്പെട്ടു പോയത്. അവിടെയാണ് താങ്കൾ ജനങ്ങളെ വഞ്ചിച്ചത്. ഇനി അങ്ങോട്ട് തൃശ്ശൂരിൽ കയറിയാൽ ആട്ടിയോടിക്കും താങ്കളെ. ഉറപ്പിച്ച് ഞാൻ പറയാം, ആട്ടിയോടിക്കും. അവർ ചോദിക്കും, എന്ത് തേങ്ങയാണ് പാർലമെന്റിൽ പോയി കാണിച്ചത്? കനിമൊഴി പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കുന്നു, ഒരു നൃത്ത മോഡൽ. ഇതിനപ്പുറം ഒരു ഗതികേട് ഒരു കേന്ദ്രമന്ത്രിക്ക് വരാനുണ്ട്. ഇതിനപ്പുറം ഒരു ഗതികേട് മനുഷ്യന് വരാം. ചിന്തിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യമാണിത്. നെഞ്ചിൽ ചോദ്യങ്ങളുള്ളവർ ചോദിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് കേരളയും ഈ ചോദ്യം ചോദിക്കുന്നു. പൊളിറ്റിക്സ് കേരള ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഉത്തരം പറയേണ്ടത് ഭരണാധികാരികളാണ്. നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് പോയി, ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ വന്നിട്ട് പോയി. താങ്കൾ നരേന്ദ്രമോദിയുടെ പിറകിൽ അംഗരക്ഷകനെ പോലെ നടന്നു നീങ്ങുന്ന കാഴ്ച ചാനലുകളിലൂടെ കണ്ടു. കേരളമൊന്നാകെ നരേന്ദ്രമോദിയുടെ വാക്കുകൾ കേൾക്കാൻ കാതോർത്തു. ഒന്നും സംഭവിച്ചില്ല. ഒന്നും. പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിച്ചില്ല. അവരെ രക്ഷപ്പെടുത്താനുള്ള, അവരെ അതിജീവനത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒന്നും കേന്ദ്രം ചെയ്തില്ല. അതേസമയം കനിമൊഴി അടക്കമുള്ള MP-മാർ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സുരേഷ് ഗോപി ഒഴികെ കേരളത്തിലെ മുഴുവൻ MP-മാരും ഇതിനെതിരെ പ്രതികരിച്ചു. പ്രിയങ്ക ഗാന്ധി കയറുകയാണ് ചെയ്യുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെ ജനങ്ങളുടെ ദുരിതം കേന്ദ്രം മനസ്സിലാക്കണമെന്ന്, മോദി മനസ്സിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധി നേടിയ കയ്യടി ശ്രദ്ധേയമാണ്. പക്ഷേ താങ്കൾ മാത്രം ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്ഷനും കാണിച്ചു. എന്തൊരു കഷ്ടമാണിതെന്ന് നോക്കണേ. തൃശ്ശൂരുകാരുടെ കാര്യം എന്തൊക്കെ ബഹളമായിരുന്നു തൃശ്ശൂരിൽ വന്ന് നടത്തിയത്. തൃശ്ശൂരിനെ ഞാനിങ്ങ് എടുക്കുക എന്ന് പണ്ടൊരുക്ക പറഞ്ഞു, എടുത്തില്ല. രണ്ടാമത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നു, അവിടെയും തോറ്റു. മൂന്നാമത് തൃശ്ശൂരുകാർക്ക് സ്ഥിരമായി തോൽക്കുന്ന ഒരാളോടുള്ള ഒരു സഹതാപ തരംഗം ഉണ്ടായി. ആ സഹതാപ തരംഗമാണ് താങ്കളെ വിജയിപ്പിച്ചത്. അത് BJP-യുടെ വിജയമൊന്നുമല്ല, അത് BJP-യുടെ നേട്ടമൊന്നുമല്ല, താങ്കളുടെ വ്യക്തിപരമായ നേട്ടം തന്നെയാണ്, താങ്കളുടെ PR ടീമിന്റെ ബലമാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ കാണിക്കുന്നത് കൊട്ടും ക്രൂരതയാണ് സുരേഷ് ഗോപി, കൊട്ടും ക്രൂരത.